UDF ഇടതുപക്ഷമായെന്ന് എ. സുരേഷ്. ആയിരക്കണക്കിന് CPM പ്രവർത്തകർ പാർട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് സുരേഷ് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങളൊക്കെ UDF സംവിധാനം നടപ്പിലാക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ അവരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടതുപക്ഷ മനസ്സുള്ള ആളുകളോടൊപ്പം ചേരാമെന്ന് തീരുമാനിച്ചത്. എന്നെപ്പോലെ അസംതൃപ്തരായ ആളുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് കേരളത്തിലുണ്ട്. അവരുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ പങ്കെടുക്കുന്നത്. VK ശ്രീധരന്റെ വാക്കുകൾ മനസ്സിലാകുന്നത് മലമ്പുഴയിൽ ഈ വിസ്മയം തുടരുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മലമ്പുഴ ടിക്കറ്റ് ഉറപ്പിക്കാം എന്നുള്ളത് ഞാനല്ലാതെ തീരുമാനിക്കേണ്ടത് UDFന്റെ ജില്ലാ ലീഡർഷിപ്പാണ് ആ കാര്യങ്ങളൊക്കെ പറയേണ്ടത്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ട ആളല്ല ഞാൻ. അത് UDFന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ ലീഡർഷിപ്പും ആലോചിച്ച് തീരുമാനിക്കും. തെരഞ്ഞെടുപ്പ് ഒരു പോരാട്ടമാണ്. CPM ഒറീസയിലും ബീഹാറിലും ജാർഖണ്ഡിലും മത്സരിക്കുന്നത് പ്രചാരണത്തിന് വേണ്ടിയാണ്. അതുപോലെയാണ് താനും UDFുമായി സഹകരിക്കുന്നതെന്ന് സുരേഷ് വ്യക്തമാക്കി. CPM ഇടതുപക്ഷ നയങ്ങൾ പൂർണ്ണമായും അടിയറ വെച്ചിരിക്കുകയാണ്. CPMന്റെ ഏതാനും ചെറു ന്യൂനപക്ഷമാണ് ഭരണം കൈയാളുന്നത്. പാർട്ടിയെ സ്നേഹിക്കുന്നവരായിട്ടുള്ള കുറച്ച് ചെറു ന്യൂനപക്ഷമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയെയും സംസ്ഥാന ഗവൺമെന്റിനെയും. അത് സ്വാഭാവികമായിട്ടും ഒരു കുഴപ്പമാണ്. പാർട്ടിക്ക് അത് ക്ഷീണമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഭരണത്തെ സ്നേഹിക്കുന്നവരും എന്ന രണ്ട് തട്ടിലാണിപ്പോൾ CPM ഉള്ളത്. അഡ്വക്കേറ്റ് ഹസ്കറിനെ പോലുള്ളവർ പോലും പാർട്ടി വിട്ടു. മൂന്നാം തുടർഭരണം വന്നാൽ പാർട്ടി ഇല്ലാതാകുമെന്ന് കവി സച്ചിദാനന്ദൻ പറഞ്ഞു. അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി ചെയർമാൻ സ്ഥാനം നീട്ടിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ വാക്കുകൾ CPM അംഗീകരിക്കുന്നതിന് തെളിവാണ്. താൻ സ്ഥാനാർത്ഥിയാവണമെന്ന് നിശ്ചയിക്കേണ്ടത് UDF നേതൃത്വമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി പ്രചാരണം നടത്തും. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു VSന്റെ മുൻ PA സുരേഷ്. പാർട്ടി ഇവിടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഭരണത്തെ സ്നേഹിക്കുന്നവരുമായി രണ്ട് തട്ടിലായിരിക്കുകയാണ് കേരളത്തിൻ്റെ ഇടതുപക്ഷ ആളുകൾ. സ്വാഭാവികമായിട്ടും സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞതുപോലെ ഈ പാർട്ടി തുടർഭരണം ഉണ്ടായാൽ ഈ പാർട്ടി ഉണ്ടാവില്ല എന്ന വാക്കുകളാണ് സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞത്. ആ പറഞ്ഞ സച്ചിദാനന്ദൻ മാഷിൻ്റെ സാഹിത്യ അക്കാദമിയെ 2 മാസം എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അവർ അംഗീകരിച്ചിരിക്കുകയാണ്. തുടർഭരണം ആവശ്യമില്ല എന്ന് ഇടതുപക്ഷ സംവിധാനം തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിന് 2 മാസം എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ആളുകൾ ആക്രമിക്കുന്നുള്ളത് ഉറപ്പാണ്. ഇതൊരു പോരാട്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് എന്നത് പോരാട്ടമാണ്. ഞാൻ മത്സരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ഘടകമേ അല്ല. തെരഞ്ഞെടുപ്പ് നമ്മുടെ രാഷ്ട്രീയം പറയാനുള്ള ഒരു വേദിയാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷം ബീഹാറിൽ മത്സരിക്കുന്നത്, ഒറീസയിൽ മത്സരിക്കുന്നത്, ജാർഖണ്ഡിൽ മത്സരിക്കുന്നത്. അതൊക്കെ നമ്മുടെ രാഷ്ട്രീയം പറയാനുള്ള ഒരു വേദിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഞാൻ. UTV ന്യൂസ്, പാലക്കാട്.